ഇനി അങ്ങോട്ട് കണ്ടൽക്കാടാണ്. ഈ ഒരു കാടിനകത്തൂടാണ് നമ്മുടെ ഈ ഒരു വള്ളം പോകേണ്ടത്. നമ്മുടെ മൺട്രോത്തുരുത്തിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം കണ്ടൽക്കാടുകൾ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് നമ്മുടെ മൺട്രോത്തുരുത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് പറയുമ്പോൾ നമ്മുടെ അഷ്ടമുടി കായലിനകത്ത് കുറേ തുരുത്തുകളിൽ ഒന്നാണ് നമ്മുടെ മൺട്രോത്തുരുത്ത്. അപ്പോൾ കുറേ തുരുത്തുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ കുറേ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര വള്ളത്തിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിലുള്ള നമ്മുടെ യാത്ര കണ്ടൽക്കാടിനിടയ്ക്കുള്ള യാത്ര ഭയങ്കര ഭംഗിയാണ്, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ. അവിടുത്തെ ഒരു സൺസെറ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നിരവധി ഫോട്ടോകളിലൊക്കെ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മൺട്രോത്തുരുത്തുള്ള ബെൽഫാംസിലാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഒരു ക്രോസിംഗ് ഒക്കെ കയറിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് എത്താൻ. ഇവിടുത്തെ മാനേജറാണ് നമ്മുടെ രഞ്ജിത്തയാണ് ബെൽഫാംസിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു 20ഓളം ഏക്കറിൽ പരന്ന് കിടക്കുന്ന വലിയൊരു ഫാമാണ്. മെയിനായിട്ട് ഫിഷ് ഫാമാണ്. ഇതൊക്കെ അതിനകത്ത് തന്നെയുള്ള കുറേ ഫെസിലിറ്റിയാണ്. കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഡേ പാക്കേജ് ആയിട്ടും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റൂമുകൾ നമ്മുടെ ഫ്ലോട്ടിംഗ് കോട്ടേജിലൊക്കെ തന്നെ ഇപ്പം ഇവിടെ ഉണ്ട്. ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10-25 കോട്ടേജുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വീണ്ടും കോട്ടേജുകളുടെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ ഇഷ്ടം പോലെ ആക്ടിവിറ്റികളാണ് അവിടെ ഉള്ളത്. നമുക്ക് ഇതുപോലെയുള്ള ഏറുമാടങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല മനോഹരമായൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ആയാലും ഫിഷിംഗ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പോലെ തന്നെ കയാക്കിങ്, ബോട്ടിങ്, പെഡൽ ബോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഷിക്കാര ബോട്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങളാണ് ഈ ഒരു ബെൽഫാംസിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന. റൂമൊക്കെയുള്ള അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെൽഫാംസ് ഒന്ന് നോക്കിക്കോളൂ. നല്ലൊരു ആംബിയൻസാണ് ഈ ഒരു ഫാം.